ഇന്ന് ധൃതി പിടിച്ചൊരു ഉച്ചയൂണിൻ്റെ പരിപാടിയാണ്. കെയിൽ കൊണ്ട് തോരനൊക്കെ ആദ്യമായിട്ടാണ് കെയിൽ ഉണ്ടാക്കുന്നത്. പല വീഡിയോസിലും കണ്ട. അപ്പോൾ ഞാൻ കെയിൽ മേടിച്ചുകൊണ്ട് വന്ന് തോരൻ ഉണ്ടാക്കുക. കടുകൊക്കെ പൊട്ടിച്ച് സാധാരണ നമ്മൾ ഉള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് വഴറ്റി കെയിലിട്ട് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു. അപ്പം വേഗം തന്നെ ഒരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് വെച്ചു. സാമ്പാറിന് ആദ്യമേ പരിപ്പങ്ങ് വേവിക്കാൻ വെച്ചു. അതിൻ്റെ ഇടയ്ക്കേടെ ഒരു ചമ്മന്തി അരയ്ക്കണം. അപ്പോൾ തോരനുള്ള കാര്യങ്ങൾ ആദ്യം തേങ്ങയെല്ലാം ഇട്ട് നമ്മൾ സെറ്റാക്കി. ലോയലിൻ്റെ സാമ്പാർ മിക്സ് ഇരിക്കുന്നുണ്ടായിരുന്നു ഫ്രീസറിൽ. അപ്പോൾ അതുകൊണ്ട് വേഗം സാമ്പാർ വെക്കാമെന്ന് വെച്ചാൽ അതിനെ സെറ്റ് ചെയ്തു. തോരൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം സാമ്പാറിൻ്റെ ബാക്കി പരിപാടികളൊക്കെ വേഗം ഇതാക്കി. പുറത്ത് നല്ല കാലാവസ്ഥ. അപ്പോൾ ഞങ്ങൾക്ക് പുറത്ത് പോകണം, സിനിമ കാണാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലാണെങ്കിൽ വീട്ടിൽ ഫ്രിഡ്ജിൽ കുറച്ച് മുന്തിരിങ്ങ ഇരുന്നു. അത് കളയേണ്ടാന്ന് കുറച്ച് സ്ക്വാഷ് ഉണ്ടാക്കാൻ റെഡിയാക്കി. ഇപ്പോൾ ഒരു മാങ്ങാ ചമ്മന്തി അരയ്ക്കാമെന്ന് വെച്ചു. നാടൻ ഊണാണല്ലോ. അപ്പോൾ വേഗം തട്ടിക്കൂട്ടിയൊരു മാങ്ങാ ചമ്മന്തി അരച്ചു. നല്ല മാങ്ങയൊക്കെ ഇട്ട്, നല്ല പുളിയുള്ള മാങ്ങയാണ്. നല്ലൊരു മാങ്ങ ചമ്മന്തി അരച്ചു. സൂപ്പറാണ്. സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ വെന്തു. അപ്പോഴത്തേക്കും സാമ്പാറിൻ്റെ അരപ്പൊക്കെ ശരിയാക്കി. മുരിങ്ങയ്ക്കയും വെണ്ടയ്ക്കയൊക്കെ സെപ്പറേറ്റാണ് ഞാൻ വേവിച്ചിടുന്നത്. അപ്പോൾ സാമ്പാറിന് കടുക് പൊട്ടിക്കാനുള്ള കാര്യങ്ങളെല്ലാം വേഗം ചെയ്തു. സാമ്പാർ റെഡിയാക്കി. ലോയലിൻ്റെ അരിയാണ് ഈ പ്രാവശ്യം മേടിച്ചേക്കണം. പുതിയതായിട്ട് നമ്മൾ വാങ്ങിയതാ കടയിൽ പോയി കണ്ടപ്പം. അപ്പോൾ ഇച്ചപ്പോഴത്തേക്കും ചോറിനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തു. ഞങ്ങളൊന്ന് പുറത്ത് പോവുകയാണ്. അപ്പോൾ പുറത്ത് പോയി തിരിച്ചു വന്നു. മുന്തിരിയുടെ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തു. ഊണൊക്കെ കഴിച്ച് ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങി.